ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള വടാട്ടുപാറ എന്നൊരു സ്ഥലമാണ്. കാടിൻ്റെ നടുക്കുള്ള ഒരു ഗ്രാമവും അതിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടവുമാണ് ഇവിടുത്തെ പ്രത്യേകത. കോതമംഗലത്തുനിന്ന് ഏകദേശം ഉള്ളിലായിട്ടാണ് ഈ വടാട്ടുപാറ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാടിൻ്റെ നടുക്കുള്ള ഒരു വെള്ളച്ചാട്ടം, അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളും ഒക്കെയാണ്. ശരിക്കും ഉള്ളിലോട്ട് പോകണം. ചെറിയൊരു അരുവിയിൽ നിന്നാണ് വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. പിന്നെ അധികം ആർക്കും ഈ സ്ഥലത്തെ പറ്റി അറിയാമോന്ന് അറിയത്തില്ല. ഇവിടെ ഞായറാഴ്ച ടൈമിലാണ് ഞങ്ങൾ പോയത്. അപ്പം ഒരുപാട് പറയത്തക്ക രീതിയിൽ ആളുകളൊന്നുമില്ല. എന്നാലും നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പൻ സ്പോട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഒരു 5 തട്ട് പോലെയാണ് ഇവിടെ വെള്ളച്ചാട്ടം വരുന്നത്. അത് ഈ മോളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി ആദ്യത്തെ തട്ടിൽ നിന്ന് വന്നു, രണ്ടാമത്തെ തട്ടിൽ അങ്ങനെ ഏറ്റവും താഴത്ത് വെള്ളം ഒരു ഇങ്ങനെ കെട്ടി നിന്ന് അവിടെ നിന്നാണ് ഒഴുകി പുഴയിലോട്ട് പോകുന്നത്. ചുറ്റും ഒരു കാട് പ്രദേശമാണ് ഈ ഏരിയ കംപ്ലീറ്റ്. പിന്നെ ഇത് നമ്മൾ റോഡിൽ നിന്നും കയറി ഒരു ഇട റോഡ് പോലുള്ള വഴിയിലൂടെയാണ് വന്ന് ഇവിടെ ചെല്ലുന്നത്, ഇവിടെ എത്തുന്നത്. പിന്നെ ഇതിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുഞ്ചാക്ക ബോബൻ്റെ ഒരു ശിക്കാരി ശംഭു എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാക്ക ബോബൻ്റെ വീട് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഈ പാറപ്പുറത്ത് സെറ്റിട്ടിട്ടാണ്. എന്തായാലും നല്ല രീതിയിൽ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം കുട്ടികളെ സംബന്ധിച്ച് വെള്ളത്തിൽ കളിക്കാനും വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ പറ്റിയ ഒരു അടിപ്പൻ സ്പോട്ട് അതാണ് മെയിനായിട്ട് ഈ വടാട്ടുപാറ. സത്യത്തിൽ നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിട്ടില്ല. ആദ്യം കുറേ പാറകളും ചെറിയ ചാലുകളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോണത്. അപ്പം ഞങ്ങൾ ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കാണുന്നത്. അത് ഈ 5 തട്ടുകളായിട്ട് ഒഴുകി വരുന്നത്. പിന്നെ മഴക്കാലം അല്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പം അധികം വെള്ളമൊന്നും അരുവിയിലോ ഒന്നും ഇല്ല. അത് കാരണം പിള്ളേർക്കായാലും വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും അവർക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ്. എസ്പെഷ്യലി പിന്നെ ഇവിടെ ഗാർഡും അവരാരും ഇല്ല. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റിനും ഈ സമീപത്തുള്ള ആളുകളൊക്കെ ഉള്ളു. അവിടെ താമസിക്കുന്ന അവിടുത്തെ നാട്ടുകാരും അവരേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇവിടെ പറയത്തക്ക രീതിയിൽ ആരുമില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ടീംസുമാണ് ഭൂരിഭാഗവും. ഇവിടെ ഞാൻ നോക്കിയിട്ട് കണ്ടതല്ല, അത് ഇവിടെ ലൈഫ് ഗാർഡോ അങ്ങനെ ആരും ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂറ് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. ഏതായാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപ്പ സ്പോട്ട് തന്നെയാണ് കേട്ടോ. അത് നമ്മളവിടെ ചെന്നപ്പോഴാണ് ഏകദേശം മനസ്സിലായത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തോന്നത്ത് പോലും ഇല്ല അകത്ത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നോ ഒന്നും. ഒരു കാട് ചുറ്റുമുള്ള ഒരു പ്രദേശം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നേരം സന്ധ്യയാകുന്നവരെ ഏകദേശം ഞങ്ങളവിടെ നിന്നു കഴിഞ്ഞ് ഞങ്ങൾ
തിരിച്ചു പോകാമെന്നും പറഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അവിടെ ഉള്ള നാട്ടുകാർ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. അവിടുന്ന് നല്ല ചൂട് ചായയും ബജിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്.